പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹമായ കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹനിധിയായ ദൈവമേ, ഈ 3 മണി സമയം തിരുവോസ്തുരൂപനായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ വസിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, ഇന്നും ഞങ്ങളുടെ കൂടെ വസിക്കുവാനായി നിന്റെ സ്നേഹമായി, നിന്റെ കരുതലായ കാരുണ്യമായി ഇന്നും കൃപാനയായി നീ ഞങ്ങളുടെ കൂടെ വസിക്കുന്നു. ആ വലിയ മഹനീയ സൗഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ, ഈ കൃപയുടെ സമയം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ ഒഴുക്കുന്ന വലിയ കരുണയും സ്നേഹവും കരുതലുമൊക്കെ അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധം നിന്നിൽ അഭയം പ്രാപിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരിയിൽ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അങ്ങ് ചൊരിഞ്ഞ ആ വലിയ സ്നേഹവും കരുണയും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്നും ലഭ്യമാക്കും. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലെ കരുണ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് ഓരോ പാപിയോടും ദൈവം കാണിക്കുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ പേരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനായിട്ടുള്ള വലിയ അവകാശമുണ്ട്. ആ ഏറ്റവും വലിയ പാപിയോടും ദൈവം കാണിക്കുന്ന ദൈവത്തിൻ്റെ അവാച്യമായ അനന്തമായ സ്നേഹത്തിൻ്റെ പേരാണ് കരുണ. പ്രിയപ്പെട്ടവരത് എപ്രകാരം നമ്മൾ തിരിച്ചറിയുന്നു, എപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണമായും ഈശോയിൽ അഭയം പ്രാപിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു വലിയ തിരിച്ചറിവിൽ ജീവിക്കാൻ പറ്റും. അപ്രകാരം ക്രിസ്തുവിൻ്റെ മുമ്പിൽ തൻ്റെ ജീവിതം മുഴുവനും ഇറക്കി വെച്ച ഒരു വ്യക്തിത്വത്തെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. തൻ്റെ ജീവിതം മുഴുവനും ഒത്തിരിയേറെ വീഴ്ചകളും ബലഹീനതകളും പോരായ്മകളും തകർച്ചകളുമൊക്കെ ഉണ്ടായിട്ടും ക്രിസ്തുവിൻ്റെ മുമ്പിൽ തൻ്റെ ജീവിതം മുഴുവനും ഒരു ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ ഈശോയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിത്വത്തെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈശോയും സമരിയാക്കാരി സ്ത്രീയും. ഈശോയുടെ ആ മനസ്സിൽ തന്നെ ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ഈശോ വീണ്ടും ഗലീലയിലേക്ക് പോകുമ്പോൾ അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് സമരിയായിലൂടെ കടന്നു പോകണം. ആ വഴി പോകേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ല. പക്ഷേ ഈശോ വീണ്ടും തീരുമാനിക്കുകയാണ് അവന് സമരിയായിലൂടെ കടന്നു പോകണം. കാരണം അവൻ്റെ മനസ്സിൽ ആ ഒരു വ്യക്തിയെ നേടിയെടുക്കണമെന്നുള്ള വലിയ ആഗ്രഹം. എന്നാൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഒരു വലിയ മനസ്സ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷം നമ്മൾ കൃത്യമായ വചനത്തിൽ കാണും. അതായത് ആരും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. എല്ലാവരോടുമുള്ള ആ ഒരു വലിയ സ്നേഹം കൃത്യമായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുകയാണ്. വീണ്ടും ഈശോ ക്ഷീണിച്ച് അവശനായി യാക്കോബിൻ്റെ കിണറിൻ്റെ കരയിൽ വന്ന് തിരികെയാണ്. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു എന്ന് വചനം പറയുന്നത്. 6-ാം മണിക്കൂറിൻ്റെ പ്രത്യേകത, 6-ാം മണിക്കൂറിലാണ് ഈശോ കുരിശിലേറുന്നത്. അങ്ങനെ 6-ാം മണിക്കൂർ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ വേറെ ആരുമില്ല. ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഭക്ഷണം മേടിക്കാൻ വേണ്ടി പോയി. പക്ഷേ ഈശോയും അതുപോലെ തന്നെ ഈശോയുടെ അടുത്തേക്ക് ആ കിണറിൻ്റെ കരയിൽ വെള്ളം കോരാൻ വേണ്ടി കടന്നു വരുന്ന ആ ഒരു സ്ത്രീയും സമരിയാക്കാരി സ്ത്രീ. ഒരു യഹൂദരും സമരിയാക്കാരും നമ്മൾ ബദ്ധശത്രുക്കളാണെന്നിരിക്കെ
ആ ഒരു വലിയ ശത്രുതയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് പോലും ഈ സമരിയാക്കാരി സ്ത്രീ ഈശോയുടെ അടുക്കൽ വന്നിട്ട് ഈശോയോട് സംസാരിക്കുവാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഈശോയും സംഭാഷണം ആരംഭിക്കുകയാണ്. നമ്മൾ വീണ്ടും കാണുന്നത് അവിടെ ഈശോ അവളോട് പറയുന്ന കാര്യം, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരിക, എനിക്ക് കുടിക്കാനായിട്ട്, ഞാൻ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്, കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം തരിക. ഉടൻ തന്നെ ആ സമരിയാക്കാരി സ്ത്രീ പറയുന്ന കാര്യം, നീ ഒരു യഹൂദനാണ്, ഞാനൊരു സമരിയാക്കാരിയാണ്. അങ്ങനെ ഒരു കാര്യം ചോദിക്കാൻ പോലും നമ്മൾ സംഭാഷണം പോലും നടത്താൻ പാടില്ലാത്ത ആളുകളാണ്. പക്ഷേ അവിടെ നീ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നല്ലോ എന്നുള്ള കാര്യം തിരിച്ചു ചോദിക്കുകയാണ്. വീണ്ടും ഈശോ അവളെ വിശ്വാസത്തിലൂടെ ഒരു വളർത്തിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കുക. അതുകൊണ്ട് വീണ്ടും ഈശോ പറയുകയാണ്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ഇത്രയും നേരവും ദാഹിക്കുമ്പോൾ കുടിക്കുന്ന സാധാരണ ജലവെള്ളത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഈശോ പറയുന്നത്, എന്നോട് സംസാരിക്കുന്നത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ജീവജലം ചോദിക്കുമായിരുന്നു. അതായത് നിത്യജീവൻ നൽകുന്ന ജീവജലം ചോദിക്കും. കാരണം അത് തരാൻ അത് തരാനായിട്ട് സാധിക്കുന്നത് വേറെ ആർക്കുമല്ല, ഈശോയ്ക്ക് മാത്രമാണ് എന്നുള്ള ഒരു വലിയ ബോധ്യം അവളെ പഠിപ്പിക്കുകയാണ് ഈശോ. വീണ്ടും അവൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? അപ്പോൾ അങ്ങനെ വീണ്ടും അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവർ പറഞ്ഞ കാര്യം, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഈ ജീവജലത്തിൻ്റെ പ്രത്യേകത, അതായത് ഒരിക്കലും ദാഹം ഉണ്ടാകാത്ത രീതിയിൽ ദാഹത്തെ ശമിപ്പിക്കുന്ന ജീവജലം. സമരിയാക്കാരി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു വലിയ ഒരു ആകാംക്ഷ, ഇത് എപ്രകാരമാണ് ഇതൊക്കെ സംഭവിക്കുക, എപ്രകാരമാണ് എനിക്ക് ഇങ്ങനൊരു വെള്ളം കിട്ടുക, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനിയും ഇവിടെ വന്ന് വെള്ളം കോരേണ്ട കാര്യമില്ല. അവൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ വീണ്ടും ദൈവികമായി ചിന്തിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഈശോയെ കാണാൻ പറ്റും. അങ്ങനെ അവർ സംസാരിച്ച് അവളുടെ ജീവിതം, പച്ചയായ ജീവിതങ്ങൾ മുഴുവനും ക്രിസ്തുവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കുക. അവൾക്ക് വേറെ അത് കഴിഞ്ഞ് അവളുടെ ജീവിതം മുഴുവനും അവൾ ഈശോയുടെ അടുക്കൽ പറയുകയാണ്. അവളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളും തെറ്റുകളും അവളുടെ വീഴ്ചകളും അവൾ എന്തായിരിക്കുന്നുവോ അത് മുഴുവനും അവൾ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഈശോയുടെ അവിടെ സമർപ്പിച്ചതിന് ശേഷം ഈശോ പറയുകയാണ്, എല്ലാവരോടും പോയി പറയുക. അങ്ങനെ ആ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവൾ ചെയ്യുന്ന കാര്യം ഇതാണ്. അവൾ വെള്ളം കോരാനായിട്ട് കടന്നു വന്നപ്പോൾ കൊണ്ടുവന്നിരുന്ന അവളുടെ ആ കുടം യേശുവിൻ്റെ പാദത്തിങ്കിൽ വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടി? ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനാണ്. ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്. അതായത് ആ കുടം അത് പ്രതിനിധീകരിക്കുന്നത് വേറെ ഒന്നുമില്ല, അവളുടെ ഹൃദയത്തെയാണ്, അവളുടെ ജീവിതത്തെയും അവളുടെ ഹൃദയത്തെയുമാണ്. അവളുടെ ഹൃദയം മുഴുവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഈശോയുടെ പാദത്തിങ്കൽ സമർപ്പിച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് പോകാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവളാണ്. പ്രിയപ്പെട്ടവർ, അപ്രകാരം ദൈവത്തിൻ്റെ വലിയ കരുണയുടെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങൾ മുഴുവനും പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം. അത്രയും നാളും അവളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പോരായ്മകളുണ്ടായിരുന്നു. അതായത് അവൾക്ക് കുറേ ഭർത്താക്കന്മാരുണ്ട്. അത് ആ ഭർത്താക്കന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് വിജാതീയ ദൈവങ്ങളെയാണ്. പക്ഷേ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കുന്ന വലിയ മാറ്റം, അതായത് ജീവിക്കുന്ന ദൈവത്തെ അവൾ അനുഭവിച്ചറിഞ്ഞു. ഇനി മുതൽ വിജാതീയ ദൈവങ്ങളുടെ പുറകെയുള്ള ഒരു ഓട്ടമല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവത്തെയാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. എന്നോട് ഇത്രമാത്രം സ്നേഹം കാണിക്കുന്ന ഒരു ദൈവം, ഇത്രമാത്രം കരുണ കാണിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പൂർണ്ണമായിട്ടും തൻ്റെ ജീവിതം മുഴുവനും ആ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടാണ് ആ ദൈവത്തെ പ്രഘോഷിക്കാനായിട്ട് അവൾ പട്ടണത്തിൽ ചെന്ന് പറയുന്നത്, വരാനിരിക്കുന്നവനായവനെ ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളും ഈ ഒരു വചന വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പലപ്പോഴും ഈ ഒരു വലിയ ദൈവാനുഭവം, ഈശോ അനുഭവം നമുക്ക് ആഴമായിട്ട് കിട്ടുന്നുണ്ടോ? വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ട് നമ്മളോട് കരുണ കാണിച്ച ദൈവത്തെ, നമ്മളെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ
നമ്മളിൽ ആരും നശിച്ചു പോകണമെന്നല്ല, മറിച്ച് എല്ലാവരും രക്ഷ പ്രാപിക്കണം. അതിന് നമ്മൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കണമെന്നുള്ള കാര്യമാണ് ഈശോ പഠിപ്പിക്കുക. വിശുദ്ധ ഫൗസ്തീനായ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിലൂടെ കൃത്യമായിട്ടും ഈശോ പറഞ്ഞു വെച്ച കാര്യം, ഈശോയിൽ ശരണപ്പെടുന്നവരെ ആരെയും കർത്താവ് ഉപേക്ഷിക്കുന്നില്ല. അവർക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഒരു കുറുക്കുവഴിയാണ് ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾ മുഴുവനും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കും. തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും തകർച്ചകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെ ഇതുപോലെ സ്നേഹിച്ച് കരുണ കാണിച്ച് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവൻ നമുക്ക് ഉറപ്പാക്കി തരാനായിട്ടുള്ള വലിയ വാഗ്ദാനവുമായിട്ട് ദൈവം കരുണയായി നമ്മുടെ കൂടെയായിരിക്കുമ്പോൾ ആ ദൈവത്തിൽ അഭയം പ്രാപിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. ഈശോയെ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നവരായി നിന്റെ കരുണ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കുന്നവരായി മാറുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും കഷ്ടതകളിലും ഭാരപ്പെടുത്തുന്ന അവസ്ഥകളിലുമൊക്കെ മനസ്സും അടുത്തുപോയി നിരാശയിലേക്ക് വീണു പോകാതെ വീണ്ടും നിന്റെ കരുണയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവെ കൃപ തരണമേ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈശോയെ, നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ കരുണയാൽ നിറയ്ക്കണമേ. അവരുടെ ജീവിതങ്ങളെ നിന്റെ കരുണയാൽ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ശക്തനായവൻ്റെ മുമ്പിലാണ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കും. ആ ഒരു വലിയ ബോധ്യത്തോടെ താഴ്ന്ന സ്വരത്തിൽ നിന്നെ സ്തുതിച്ചുകൊണ്ട് കർത്താവെ, നിന്റെ ആശീർവാദത്തിനായി ഞങ്ങൾ മുട്ടുകുത്തുന്നു. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവെ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.